everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mohammed Shaju. You can call me SJ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചാൽ തന്നെ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ചെയ്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം വേഗം സമയം കളയണ്ട, നമുക്ക് വേഗം എഡിറ്റിങ്ങിലേക്ക് വരാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതൊരു തവണ ചോദിച്ചതാണ്. ഇങ്ങനൊരു പാസേജ് വന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് മിസ്റ്റേക്സ് അല്ലേ, ഇതാണ് സാധാരണ ഉണ്ടാവുന്നത്. മിസ്റ്റേക്സ് ഉള്ളവർക്ക് അണ്ടർലൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് ഡാർക്കൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇതിനെങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ല, നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ എന്താ പറയുക കളർഫുൾ ആക്കിയിട്ട് ഇങ്ങനെ മാറ്റാം. എന്നിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. യെസ്, എന്താണ് ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ്? ആദ്യം നമ്മൾ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് വായിച്ചു നോക്കണം. ടെൻസ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കുക, ഏത് ടെൻസിലാണ് എന്നതൊന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ യെസ്റ്റർഡേ എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ യെസ്റ്റർഡേ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കാം അല്ലേ. അല്ലെങ്കിൽ നൗ എന്നോ ടുഡേ എന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്, അത് പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ are a story of a lonely life of a doctor. ഓക്കെ, അവിടെ ഒരു ഈ പറയുന്ന സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത് എത്ര ഉണ്ട്? ഒരു സ്റ്റോറിയുടെ പേരല്ലേ. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയുടെ പേരല്ലേ. അപ്പോൾ ഒരു സ്റ്റോറിയുടെ പേരല്ലേ. ഒന്ന് എന്നതിൻ്റെ ശേഷം നമ്മൾ എന്ന് ഉപയോഗിക്കോ? ഇല്ല. ഹി ആർ മൈ ഫ്രണ്ട് എന്ന് നമ്മൾ പറയോ? ഇല്ലല്ലോ. ഷീ ആർ മൈ ഫ്രണ്ട് നമ്മൾ പറയില്ലല്ലോ. എന്താ പറയുക? ഈസ് എന്നല്ലേ നമ്മൾ പറയാ. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് എവിഡൻ്റ് അല്ലേ, പെട്ടെന്ന് കിട്ടിയില്ലേ നമുക്ക്. എന്താ മിസ്റ്റേക്ക്? ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, സിംഗുലർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ആർ എന്ന വേർഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? നമുക്കൊന്നെങ്കിൽ വേർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈസ് ഉപയോഗിക്കാം. നമുക്കറിയാം വേറെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? പ്ലൂരലാണ്, ഒന്നിൽ കൂടുതലിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുക. ആർ എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വേറ്. സോ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഈസിനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക, ആരൊക്കെയാണ് സിംഗുലർ? ഈസ് സിംഗുലർ ആണ്, അതുപോലെ വാസ് സിംഗുലർ ആണ്, അതുപോലെ വേറെ ഏതൊക്കെയാണ് സിംഗുലർ? ഹാസ് സിംഗുലർ ആണ്, അതുപോലെ വേറെ ഏതാ? ഡസ് സിംഗുലർ ആണ്. അപ്പോൾ ഈ എസ് ഇത് അങ്ങനെ അവസാനം വരുന്ന ആൾക്കാരൊക്കെ എന്തെന്നെയാ? സിംഗുലർ ആണെന്ന് ഓർത്ത് വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഫസ്റ്റ് മിസ്റ്റേക്ക്. സെക്കൻഡ് മിസ്റ്റേക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദ ഡോക്ടർ ഓഫ് എ ഡോക്ടർ, അതല്ലേ പറയുന്നത്? ഓഫ് എ ഡോക്ടർ ഹൂ എൻകൗണ്ടർ, അല്ലെങ്കിൽ എൻകൗണ്ടേഴ്സ്, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ആൻഡ് അൺവെൽക്കംഡ് ഗസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടെന്ന് നമ്മൾ ഒന്നുകൂടെ നോക്കാം. എൻകൗണ്ടർ എന്ന് പറയുന്ന അതിൻ്റെ മുമ്പേ ആരെ കുറിച്ചാണ് പറയുന്നത്? ഡോക്ടറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഓഫ് എ ഡോക്ടർ എന്ന് കൃത്യമായിട്ട് പറയുന്നില്ലേ. അപ്പോൾ എത്ര ഡോക്ടറാണുള്ളത്? ഒരു ഡോക്ടറാണുള്ളത്. എന്നിട്ട് ഇവർ പറയാണ് എൻകൗണ്ടർ എന്ന്. തെറ്റിയില്ലേ? എന്താ കാരണം? സിംഗുലർ അല്ല. എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ല, അത് പ്ലൂരൽ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ സിംഗുലർ? എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ സിംഗുലർ. എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ സിംഗുലർ. ഇതെങ്ങനെ മനസ്സിലാക്കുക? എന്താ അവിടെ നോക്കിക്കോ. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂരൽ ആണ്. ഓക്കെ, പ്ലേസ് എന്ന് പറഞ്ഞാലാണ് സിംഗുലർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, എസ് ലാസ്റ്റ് വരുമ്പോഴാണ് സിംഗുലർ ആവാതെ. അപ്പോൾ നമ്മൾ പറയുന്നത് ഹീ പ്ലേസ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അല്ലെങ്കിൽ ദേ പ്ലേ എന്നാണ് പറയുക. ദേ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പ്ലേ ഫോമാണ് ഉപയോഗിക്കുക, ഡു ഫോമാണ് ഉപയോഗിക്കുക. ഒരാളെ ഉള്ളെങ്കിൽ ഷിയോ ഹിയോ ഒക്കെ ആണെങ്കിൽ പ്ലേസ് എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ ഇവിടെ ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഒരാളേ ഉള്ളൂ, സിംഗുലർ ആണ് അല്ലേ, സിംഗിൾ ആണ്. അപ്പോൾ നമ്മൾ എന്താ വിളിക്കേണ്ടത്? ഇവിടെയും സിംഗിൾ ആക്കണം. എങ്ങനെ? എസ് ചേർത്തിട്ട് എൻകൗണ്ടേഴ്സ് എന്നാക്കിയാൽ മതി. അപ്പോൾ ഒരു സംശയം, എൻകൗണ്ടേർഡ് വരുമോന്ന്? പാസ്റ്റ് ടെൻസ് അല്ലല്ലോ അല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലല്ലോ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. അതിനാണ് സെൻറ്റൻസ് ആദ്യം തന്നെ വായിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞത്, ടെൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ അവിടെ സംശയമില്ല, നമുക്ക് എന്താണ്? എൻകൗണ്ടേഴ്സ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ അതും കത്തി. ഇനി ഹി ടേൺഡ് ഇൻ ടു എ സ്റ്റോൺ, മൂപ്പർ അനങ്ങാണ്ട് ഒരു കല്ല് പോലെ അവിടെ ഇരുന്നു അല്ലേ. ഹി ഫെൽറ്റ് എന്താണ് അവിടെ? അയാൾക്ക് ഫീൽ ചെയ്തു. എന്ത്? എ പ്രസൻസ് ഓഫ് ഗോഡ് നിയർ ഹിം എന്ന് പറയുന്നു. ഒരു ദൈവത്തിൻ്റെ എന്നല്ല അവിടെ കറക്റ്റ് അല്ലേ. എ പ്രസൻസ് ഓഫ് ഗോഡ് എന്നല്ല കറക്റ്റ്. ഏതാണ്? ആൻഡ് പ്രസൻസ് ആണോ? ഒരിക്കലുമല്ല. കാരണം
ആൻ എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുക വവൽ സൗണ്ടുകളുടെ മുമ്പിലാണ്. ആൻ ആപ്പിൾ, ആൻ അംബർല എന്നൊക്കെ അല്ലേ നമ്മൾ പറയാ. ഇവിടെ പ് സൗണ്ടാണ്. സോ അവിടെ ഒരിക്കലും ആൻ വരില്ല. പിന്നെ എന്തായിരിക്കും? ദായാണ് അവിടുത്തെ ആൻസർ. കാരണം ദ നമ്മൾ എഴുതാൻ കാരണം ദൈവം എന്ന് പറയുന്ന ദ ഗോഡ് എൻ്റെ മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, ദ ഗോഡ് എന്നാണ് പറയാ. അപ്പോൾ ദ പ്രസൻസ് ഓഫ് എന്ന് വെച്ചാൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എന്ന വേർഡ് അവിടെ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഹി ഫെൽറ്റ് പെയിൻ ഇൻ ഹിസ് ലെഫ്റ്റ് ആം. അയാൾക്ക് അങ്ങനെ ലെഫ്റ്റ് ആമിൽ ഭയങ്കര വേദന ഉണ്ടാവുന്നുണ്ട്. എവിടെ വിച്ച് ദ സ്നേക്ക് ഹാസ് കോയിൽഡ്. സ്നേക്ക് ചുറ്റിയ ആ കയ്യില് എവിടെ? അവിടെ അല്ലേ? അവിടെ എന്ന് പറയുന്നതിന് പകരം ഇവിടെ വിച്ച് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം. അവിടെ എന്ന് പറയുന്ന അർത്ഥം വരുന്നുവെങ്കിൽ ലെഫ്റ്റ് ആമില് എങ്ങനെയാണ്? ലെഫ്റ്റ് ആമില് ദ സ്നേക്ക് ഹാഡ് കോയിൽഡ് അല്ലെ? ആ സ്നേക്ക് ചുറ്റിയ കയ്യിൽ എന്ന് പറയണമെങ്കിൽ നമ്മളവിടെ വിച്ച് പോരാ. അവിടെ എന്താണ് ചേർക്കേണ്ടത്? വേറാണ് ചേർക്കേണ്ടത് അല്ലെ? ആ കയ്യെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരാളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹൂ എന്ന് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ആ ഇടം, ആ സ്ഥലം എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത് അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്താ പറയേണ്ടത്? വേർ ദ സ്നേക്ക് ഹാസ് കോയിൽഡ് എന്ന് അവർ തെറ്റിച്ച് തന്നിട്ടുണ്ട്. സ്നേക്ക് ഓൾറെഡി കോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഹാസ് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഹാസ് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസിലേക്ക് കൊണ്ടുവരണം നമ്മൾ. ഏതാണ് പാസ്റ്റ് ടെൻസ്? ഹാഡ് ആണ് പാസ്റ്റ് ടെൻസ്. ദ സ്നേക്ക് ഹാഡ് കോയിൽഡ് എന്ന് നമ്മൾ മാറ്റണം. ഇനി അടുത്ത് നോക്കുക. ഹി റിയലൈസ്ഡ് ദാറ്റ് ഇഫ് ദ സ്നേക്ക് ബൈറ്റ് ഹിം ഹി വുഡ് ഡൈ ആസ് ഹി ഡിഡ് നോട്ട് ഹാവ് എനി മെഡിസിൻ ഇൻ ഹെർ റൂം. അത് വളരെ സിമ്പിളായി പോയി മിസ്റ്റേക്ക് അല്ലേ? ഇൻ ഹെർ റൂം എന്ന് പറയില്ല നമ്മൾ. ഹീന്ന് എത്രയോ തവണ പറഞ്ഞു ഡോക്ടറെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹിസ് റൂം എന്നാണ് ആക്കേണ്ടത്. സോ അവിടെ നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഇതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സത്യജിത് റേ വാസ് ഓർ വേർ ആൻ ഇന്ത്യൻ ബംഗാളി ഫിലിം. ഇത് നമുക്ക് കാണുമ്പോൾ ഒരു സുഖമില്ല അല്ലേ? നമുക്ക് നേരെ ഇതിനെ ഒന്നുകൂടെ വൃത്തിയിൽ ഇങ്ങനെ മാറ്റാം. അപ്പം എന്താ? സത്യജിത് റേ വാസ് എ ബംഗാളി റൈറ്റർ എന്നാണോ, ഫിലിം മേക്കർ എന്നാണോ, അല്ലെങ്കിൽ വേർ എ ഫിലിം മേക്കർ എന്നാണോ നമ്മൾ പറയാം? എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. വാസ് ആണ് സിംഗുലർ സാർ അല്ലേ? വേറ് വരൂല. സത്യജിത് റേ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. വാസിലെ എസ് ആണ് സിംഗുലർ എന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യാം? അറിയാം. ഓക്കെ, അപ്പോൾ വാസ് ആണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ്, ഫിലിം മേക്കർ ഡാഷ് ഹിസ് വൈഡ്ലി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. ശ്രദ്ധിക്കണേ, ഹൂ ഇസ് ആണോ വിച്ച് ഇസ് ആണോ വരിക? വിച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തെയാണ് നമ്മൾ വിച്ച് എന്ന വേർഡ് ഉപയോഗിക്കുക അല്ലെ? റിലേറ്റീവ് പ്രോണൗൺ ആണ്. നമ്മളവിടെ വിച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വസ്തുവിനായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം എന്താ പറയുക? സത്യജിത് റേ എന്ന് പറയുന്ന ബംഗാളി ഫിലിം മേക്കർ, അദ്ദേഹം അല്ലെ, ഹൂ ഈസ് വൈഡ്ലി റിഗാർഡഡ്. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? സത്യജിത് റേനെ കുറിച്ചാണ് പറയുന്നത്. സത്യജിത് റേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേഴ്സൺ ആണ്, ഒരാളാണ്. അപ്പോൾ വിച്ച് അല്ല ഉപയോഗിക്കേണ്ടത്. എന്താ ഉപയോഗിക്കേണ്ടത്? ഹൂ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. ഹൂ എന്ന ആൻസർ നമ്മൾ എഴുതി, നമുക്ക് കിട്ടി. അടുത്തെന്താ? വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വൺ ഓഫ് ദ എന്ന് പറയുന്ന യൂസേജ് വന്നാൽ, വൺ ഓഫ് ദ എന്ന് പറയുന്ന യൂസേജ് വന്നാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, വൺ ഓഫ് ദ ബോയ്സ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞു ആൻസർ. വൺ ഓഫ് ദ ഗേൾസ് ഇൻ ദ ഫസ്റ്റ് ബെഞ്ച്. വൺ ഓഫ് ദൻ്റെ കൂടെ ശേഷം വരുന്ന, വൺ ഓഫ് ദൻ്റെ ശേഷം വരുന്ന നൗണ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. വൺ ഓഫ് ദ ഗേൾസ് ഇൻ ദ ഫസ്റ്റ് ബെഞ്ച്, ഫസ്റ്റ് ബെഞ്ചിലെ പെൺകുട്ടികളിൽ ഒരു കുട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, വൺ ഓഫ് ദ ബോയ്സ് ഇൻ ദ സ്കൂൾ, സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട്, അതിനകത്ത് ഒരു കുട്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നോക്ക്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കർ ആണോ ഫിലിം മേക്കേഴ്സ് ആണോ വരിക? ഏതായിരിക്കും വരിക? ഫിലിം മേക്കേഴ്സ് ആണ് വരിക. എസ് വേണം അല്ലേ? പ്ലൂറൽ ആക്കണം. ഫിലിം മേക്കേഴ്സ് എന്ന് വരണം. എന്താ കാരണം? ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് ലോകത്തിൽ 20-ാം നൂറ്റാണ്ടിൽ. അതിലൊരു പ്രഗത്ഭനായിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആളാണ് ആര്? സത്യജിത് റേ എന്നാണ് പറയുന്നത്. സോ നമ്മളവിടെ ഫിലിം മേക്കേഴ്സ് എന്നാക്കണം. ക്ലിയർ അല്ലേ? കത്തിയില്ലേ? ഇനി വൺ ഓഫ് ദ വരുമ്പോൾ പ്ലൂറൽ ആക്കാൻ മറക്കണ്ട. റേ വാസ് ബോൺ ഡാഷ് ദ സിറ്റി ഓഫ് കൊൽക്കത്ത ഇൻ ബംഗാളി ഫിലിം ഫാമിലി. ഓക്കെ, റേ വാസ് ബോൺ ഓൺ ആണോ ഇന്നാണോ എന്നാണ് ചോദ്യം. ഇവിടെ ഒരു സ്ഥലമാണ് അല്ലേ? സ്ഥലമല്ലേ? സിറ്റി ഓഫ് കൽക്കത്ത എന്ന് പറയുന്ന സ്ഥലമല്ലേ?
അപ്പോൾ ഒരാൾ ജനിച്ചു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അയാൾ ഡേറ്റ് ആയിരിക്കും പറയേണ്ടവ, അല്ലെങ്കിൽ അയാളുടെ സ്ഥലമായിരിക്കും പറയേണ്ടവ. ഡേറ്റ് ആണ് തന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ എന്താ ചേർക്കേണ്ടത്? ഓൺ ആണ് ചേർക്കേണ്ടത്. ഓക്കെ, ഇനി ഒരാളുടെ ഡേ ആണ് തരുന്നത് ഇരിക്കുക, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ ഡേ ആണെങ്കിൽ നമ്മൾ ഓൺ ആണ് ചേർക്കേണ്ടത്. ഇനി ഇയർ ആണ് തരുന്നതെങ്കിൽ ഇയറിൻ്റെ മുമ്പിൽ ഇന്നാണ് വരിക. ഇൻ 2024 ഇന്നാണ് ഇയറിൻ്റെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ മന്ത് ആണ് വരുന്നതെങ്കിൽ മന്തിൻ്റെ മുമ്പേയും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. മന്തിൻ്റെ മുമ്പേയും ഇന്നാണ് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതുപോലെ പ്ലേസ് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെറിയ സ്ഥലത്തിന് മുമ്പിൽ അറ്റ് ചേർക്കും, തൊട്ട് വലിയ സ്ഥലത്തിന് മുമ്പിൽ ഇന്ന് ചേർക്കും. അതേ 3 സ്ഥലങ്ങളുണ്ടെങ്കിൽ മൂന്നാമത്തതിന് മുമ്പിൽ നമ്മളൊരു ഓഫ് എന്ന വേർഡും ചേർക്കും. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? ഡേറ്റും ഡേയും ഓണാണ്, ഇയർ വന്നാൽ ഇന്നാണ്, മന്ത് വന്നാൽ ഇന്നാണ്, പ്ലേസ് വന്നാൽ അറ്റാണ്, പിന്നെയും വന്നാൽ ഇന്നാണ്, പിന്നെയും വന്നാൽ ഓഫായി. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? ഡേറ്റും ഡേയും ഓണാണ്, ഇയർ വന്നാൽ ഇന്നാണ്, പ്ലേസ് വന്നാൽ അറ്റാണ്, പിന്നെയും വന്നാൽ ഇന്നാണ്, പിന്നെയും വന്നാൽ ഓഫായി. അപ്പോൾ ഓഫായി ഏത്? നമ്മുടെ ഈ പറയുന്ന പ്ലേസിൽ മൂന്നാമത്തെ വേർഡ് ഓഫ് എന്നാണ് നമ്മൾ ചേർക്കുക. ഏറ്റവും ചെറുതിൻ്റെ മുമ്പിൽ അറ്റാണ് ചേർക്കുക. കുറച്ചുകൂടെ വലിയ സ്ഥലമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ലണ്ടൻ അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ മുംബൈ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വലിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പിൽ നമ്മൾ ഇന്നാണ് ചേർക്കുക. ഇവിടെ എന്താ വരിക? ഇവിടെ നോക്ക്, ഒരിക്കലും നമ്മൾ സ്ഥലത്തിൽ ജനിച്ചതിൻ്റെ മുകളിൽ എന്ന് പറയില്ലല്ലോ. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയണ ഒരാൾ ഐ വാസ് ബോൺ ഓൺ കാലിക്കറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ കാലിക്കറ്റിൻ്റെ മുകളിലാണ് ജനിച്ചതെന്ന്. പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ കാലിക്കറ്റിൻ്റെ മുകളിൽ ജനിച്ചു എന്ന് പറയില്ലല്ലോ നമ്മൾ. എന്താ പറയുക? ഐ വാസ് ബോൺ ഇൻ കാലിക്കറ്റ് അല്ലെങ്കിൽ അറ്റ് കാലിക്കറ്റ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരൊറ്റ സ്ഥലം പറയുന്നുള്ളൂ, കൊൽക്കത്ത എന്ന് പറയുന്നത് കുറച്ച് വലിയ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്ന് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ആസ് എ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ബട്ട് അല്ലെങ്കിൽ ആൻഡ് എന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് വായിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നുകിൽ പക്ഷേ പിന്നെയും കുറച്ച് ആഡ് ചെയ്തിട്ട് പറയുന്നോ എന്താ നമുക്ക് നോക്കാം. അദ്ദേഹം ആദ്യം ഒരു കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയത്. വാസ് ഡ്രോൺ ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിംഗ്. എന്നാൽ അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് തിരിഞ്ഞു. എപ്പോൾ? മീറ്റിംഗ് ഫ്രഞ്ച് ഫിലിം മേക്കർ ലിയാൻ റെനോർ എന്ന് പറയുന്ന ആളെ കണ്ടതിന് ശേഷമാണ് അയാൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫ്രഞ്ച് ഫിലിം മേക്കിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ആദ്യം ഒരാൾ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, പിന്നീട് അയാൾ മാറുന്നുണ്ട് അല്ലെ, ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ആദ്യം കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, പക്ഷേ പിന്നീട് അയാൾ മാറിയെന്നല്ലേ നമ്മൾ പറയാം. പിന്നീട് മാറിയെന്നല്ലേ പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ആൻസർ എന്താണ്? ബട്ടാണ്. ഓക്കെ, ഇനി അവിടെ നോക്കുക. ഫിലിം മേക്കിംഗ്, ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് പോയി. ഫ്രം അല്ലെങ്കിൽ ആഫ്റ്റർ മീറ്റിംഗ് ഫ്രഞ്ച് ഫിലിം മേക്കറിനെ കണ്ടതിന് ശേഷം എന്നല്ലേ നമ്മൾ ആൻസർ വരിക. ശേഷം എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയുക? ഉച്ചയ്ക്ക് ശേഷം, ആഫ്റ്റർനൂൺ എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ ശേഷം എന്ന വേർഡ് ഏതാണ്? ആഫ്റ്റർ ആണ്. സോ നമ്മുടെ ആൻസർ ആഫ്റ്റർ ആണ്. ഇവിടെ ബട്ടാണ്, ഇവിടെ ഇന്നാണ്. ഫിലിം മേക്കേഴ്സ്, ഹൂ, വാസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഈ സാധനം മറന്നു പോരുത്. ഓക്കെ, ഏത്? ഡേറ്റും ഡേയും ഓൺ ഈ സംഭവമല്ലേ നമുക്ക് പ്രൊഫൈൽ എഴുതാനും ഈ നമ്മുടെ നോട്ടീസ് എഴുതാനും ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലും ഈ സാധനം വരും. സോ അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ വേറൊരു ചോദ്യമാണ്. മിസ്റ്റർ തൊറാട്ട് ഫ്രൗണ്ട്. ഒരു മിസ്റ്റേക്ക് അവിടെ എവിഡൻ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് സാർ അല്ലേ? ഫ്രൗണ്ടിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? എന്താണ്? FRONWED അല്ലേ? അവർ അങ്ങനെ തന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും മിസ്റ്റേക്ക്? പറയൂ, എന്താ മിസ്റ്റേക്ക്? യെസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഫ്രൗണ്ട് എന്നാണ് നമ്മുടെ സ്പെല്ലിംഗ് എന്നാവേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഹി റിപ്ലൈഡ് ഐ ഹാസ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഹിസ് കേജ്. എന്താ മിസ്റ്റേക്ക്? ഹി റിപ്ലൈഡ്. നമ്മളെ തൊറാട്ടിന് ഓർമ്മയില്ലേ? തൊറാട്ട് പറയാണ് ഞാൻ ഇന്നേ വരെ അവനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല കേജിൻ്റെ എന്ന്. ഐൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ഹാസ് യൂസ് ചെയ്യൂല. നമുക്കറിയാം ഐ ഹാവ് എന്നാണ് ഉപയോഗിക്കുക. യുവിൻ്റെ കൂടെയും നമ്മൾ ഹാസ് ഉപയോഗിക്കില്ല, യു ഹാവ് എന്നാണ് നമ്മൾ പറയാം. റെഡിയല്ലേ? ഐൻ്റെ കൂടെയും യുവിൻ്റെ കൂടെയും ഒക്കെ നമ്മൾ സിംഗുലർ ആണെങ്കിൽ പോലും
ഹാവ് ആണ് ഉപയോഗിക്കുക. സാധാരണഗതിയിൽ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറൽ ഫോം ആണ്. ഹാസ് ആണ് സിംഗുലർ അല്ലേ? പക്ഷേ ഐയും യുവും എന്താണ്? എക്സെപ്ഷണൽ കേസുകളാണ്. ഓക്കെ, എക്സെപ്ഷണൽ കേസുകളാണ്. എന്താ കാരണം? ഞാനും നിങ്ങളും എക്സെപ്ഷണൽ ആണെന്ന് നമുക്കൊക്കെ ഓരോ നിയമങ്ങളല്ലേ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഐയും യുവും പ്ലൂറലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, ഹാവ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്ത നോക്കാം. ഐ ഹാവ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. Never let him out of his cage on his own. So really I don't knew. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അറിയൂല കേട്ടോ, എനിക്കറിയൂല കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞിരുന്നില്ല കേട്ടോ എന്നാണോ നമ്മൾ പറയാ? അതല്ലേ പാസ്റ്റ് ടെൻസ്. നോ എന്ന് പറഞ്ഞാൽ എന്താണ്? നോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആണ്. എനിക്കറിയൂല എന്നർത്ഥം. ന്യൂ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയല്ലല്ലോ പറയാ. ഇവിടെ ഇയാളെ പുറത്ത് ഇറക്കിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ഇയാൾ പറയണത്, തൊറാട്ട് പറയണത്, ഞാൻ ഇന്നേ വരെ എന്നെ പുറത്തിറക്കിയില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ന്യൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? KNOW. എനിക്ക് അറിയൂല, നോ എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മിസ്റ്റർ തൊറാട്ട് ഫ്രൗണ്ട്. ഫ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് ചുരുക്കലാണ് അല്ലേ? ഫ്രൗൺ ചെയ്തു, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ഐ എം നോട്ട് ഷുവർ. ഹി റിപ്ലൈഡ്. ഐ ഹാവ് എന്നാണ് വരിക, ഐൻ്റെ കൂടെ ഹാവ് ആണ് വരിക. അതുപോലെ സോ ഐ റിയലി ഡോണ്ട് നോ എന്നാണ് പറയേണ്ടത്. പാസ്റ്റ് ടെൻസ് ആക്കേണ്ട ആവശ്യമില്ല, ന്യൂ എന്നാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അറിയൂല എന്നാണ് നമ്മൾ പറയുക. സോ അതങ്ങനെയാണ് ടെൻസ് കണ്ടുപിടിക്കുക നമ്മൾ. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഓർമ്മയുണ്ടല്ലോ ആളെ? ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഫേമസ് ഫിലിം ഡയറക്ടർ. നീഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. കംപ്ലീറ്റ് വായിക്കണം, എന്നാലേ നമുക്ക് ടെൻസ് മനസ്സിലാക്കുള്ളൂ. നീഡാണോ നീഡഡ് ആണോ വരിക എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? അത് ആദ്യം ടെൻസ് മനസ്സിലാക്കണം. നീഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ബട്ട് വാസ് റിക്വയർഡ് ഇൻ ലാർജ് നമ്പർ അല്ലേ? അവിടെ റിക്വയർഡ് എന്ന വേർഡാണ് നമ്മളെ ക്ലൂ. അപ്പോൾ നമുക്കറിയാം ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഒരുപാട് കാലം മുമ്പേ ജീവിച്ചിരുന്ന ആളാണ്. സോ അയാൾക്ക് കുറേ ബേർഡ്സിന് ആവശ്യമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നീഡ് പോരാ, നീഡിൻ്റെ പാസ്റ്റ് ടെൻസ് വേണം. നീഡിൻ്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? നീഡഡ് ആണ്. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് നീഡഡ് ആണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? റിക്വയർഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി എങ്ങനെയാണ് റിക്വയർഡ്? റിക്വയർഡ് ഇൻ ദ ലാർജ് നമ്പേഴ്സ് വർ റാവൻസ് ബട്ട് വാട്ട് വാസ് റിക്വയർഡ്? പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ എന്തായിരുന്നു വേണ്ടത്? യെസ്, ഏറ്റവും കൂടുതൽ എന്തായിരുന്നു വേണ്ടത്? റേവൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ എന്ന വേർഡ് അവിടെ ഏതാണ്? ദ ലാർജസ്റ്റ് എന്നതാണ്. ദ ലാർജസ്റ്റ് എന്നതാണ്. എങ്ങനെ എനിക്ക് ലാർജസ്റ്റ് ആണെന്ന് മനസ്സിലായി? അപ്പോൾ ഈ ലാർജ് എന്ന് പറയുന്ന വേർഡിന് 3 ഫോം ഉണ്ട് അല്ലേ? എന്താണ്? പോസിറ്റീവ്, ലാർജർ, കമ്പാരിറ്റീവ്, ലാർജസ്റ്റ് അല്ലേ? അപ്പോൾ ഈ സൂപ്പർലേറ്റീവ്, ഇതാണ് സൂപ്പർലേറ്റീവ്. അപ്പോൾ ഇവിടെ എങ്ങനെ അത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സൂപ്പർലേറ്റീവിൻ്റെ മുമ്പിൽ നമ്മൾ ദ ചേർക്കും. സൂപ്പർലേറ്റീവിൻ്റെ മുമ്പിൽ ദ ചേർക്കും. അപ്പോൾ ദ ലാർജ് എന്ന് പറയില്ല, എന്താണ്? ദ ലാർജസ്റ്റ് എന്നാ പറയുക. ദ സ്മോളസ്റ്റ് എന്നാ പറയുക. ദ ടോളസ്റ്റ് എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഈ ലാർജർ വരുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, യെസ്, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന് ശേഷം ഇത് പഠിപ്പിക്കുന്നുണ്ട്. ദാൻ വരും. എപ്പോൾ? ഇതിന് ശേഷം. ലാർജർ ദാൻ, ഓൾഡർ ദാൻ, ഓക്കെ, സ്മാർട്ടർ ദാൻ. അപ്പോൾ ഡാഷിന് ശേഷം ദാൻ കണ്ടാലും നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ഇവിടെ എന്തായിരിക്കും വരിക? ലാർജർ ആയിരിക്കും വരിക. പക്ഷെ ഇവിടെ അതിന് മുമ്പ് ദായുണ്ട്. അപ്പോൾ നമുക്കറിയാം എന്ത്? ലാർജസ്റ്റ് എന്നാണ് നമ്മൾ ചേർക്കേണ്ടത്. റെഡി അല്ലേ? നോട്ടീസസ് വാസ് പ്ലേസ്ഡ്, തെറ്റാണ്. വാസ് സിംഗുലർ ആണ്. വേർ ആണ് ചേർക്കേണ്ടത്. വേർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പത്രങ്ങളിലൊക്കെ വാർത്ത എന്താ നോട്ടീസ് കൊടുത്തു. ഇനിയോ ആസ്കിങ് ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ക്ഡ് ദ പീപ്പിൾ. തെറ്റല്ലേ? നോട്ടീസസ് സപ്ലൈ ചെയ്തു, ആവശ്യപ്പെടുകയായിരുന്നു ആളുകളോട് അല്ലേ? ആളുകളോട് ആവശ്യപ്പെടുകയായിരുന്നു. ആസ്കിങ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ. അവരോട് ആവശ്യപ്പെടുകയായിരുന്നു ഫിലിം മേക്കറെ കോണ്ടാക്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ ആസ്കിങ് എന്നാണ് വരിക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, ചിൽഡ്രൻ ഓഫ് ഹെവൻ ഓർമ്മയുണ്ടല്ലോ? നമ്മുടെ ഏത് ചാപ്റ്റർ? മൈ സിസ്റ്റേഴ്സ് ഷൂസ് അല്ലേ? ചിൽഡ്രൻ ഓഫ് ഹെവൻ is an Iranian film.
is an Iranian film. ശ്രദ്ധിക്കണേ. റൈറ്റ് ആൻഡ് ഡിറക്റ്റഡ് ബൈ മജിദ് മജീദി. ഈ ബൈ എന്ന വേർഡ് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അത് പാസീവ് ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. പാസീവ് ഫോമിൽ നമ്മൾ വേർബിൻ്റെ V3 ഫോമിലാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? നമുക്കറിയാലോ, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ എന്ന് നിങ്ങൾ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ത് പറയില്ല, ബൈയുടെ മുമ്പിൽ നമ്മൾ V3 ആണ് ഉപയോഗിക്കുക. എന്താണ്? റിട്ടൺ എന്നാണ് വരിക. റിട്ടൺ ബൈ അല്ലേ, ഡയറക്റ്റഡ് ബൈ എന്നൊക്കെ അല്ലേ നമ്മൾ കാണാം. ഡിറക്റ്റ് ബൈ എന്ന് പറയില്ലല്ലോ, ഡിറക്റ്റഡ് എന്നല്ലേ പറയാ. റൈറ്റ് ബൈ എന്ന് പറയില്ലല്ലോ, റിട്ടൺ ബൈ എന്നല്ലേ പറയാ. ഇന്ന ആൾ ചെയ്തു, സബ്ജക്റ്റിന് ലാസ്റ്റാണ് പറയുന്നത്. സോ പാസീവ് ഫോം ആണത്. സോ നമുക്ക് അതിനെന്ത് വിളിക്കാം? V3 ഫോമിലാണ് പാസീവിൽ നമ്മൾ എഴുതുക. ഓക്കെ, ഇനി ദ അഡ്വഞ്ചർ ഓഫ് എ ബോയ് ആഫ്റ്റർ ഹി ലൂസസ് ഹിസ് സിസ്റ്റേഴ്സ് ഷൂ. പെങ്ങളുടെ ഒരു പെങ്ങളേ ഉള്ളൂ അല്ലേ. പെങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? സിസ്റ്ററുടെ, ഒരു അപ്പോസ്ട്രഫി എസ്, സിസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രഫി എസ്. ഇതല്ലേ നമ്മൾ ചെയ്യുക അല്ലേ? ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക? പൊസഷനെ കാണിക്കാനാണ്. പെങ്ങളുടെ, ഓക്കെ, എൻ്റെ, അവൻ്റെ, രാജുവിൻ്റെ അല്ലേ, രാജൂസ് എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അവിടെ സിസ്റ്ററുടെ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്ററേ ഉള്ളൂ. സിസ്റ്ററിൻ്റെ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫിയുടെ എസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, പെയർ ഓഫ് ഷൂസ് ആർ ദ സെൻട്രൽ അല്ല, സിസ്റ്റേഴ്സ് പെയർ ഓഫ് ഷൂസ്, സിസ്റ്ററിൻ്റെ പെയർ ഓഫ് ഷൂസ് ഒരു സെൻട്രൽ തീം ഓഫ് ദ ഫിലിം എന്ന് പറയുമ്പോൾ ആറ് എന്ന് പറയേണ്ട ആവശ്യമില്ല അവിടെ. കാരണം എന്താണ്? സിംഗുലർ ആണ്. പെയർ ഓഫ് ഷൂസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഈസ് എന്നാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ. ഒരൊറ്റ തീമേ ഉള്ളൂ. ഇനിയോ, ദ സെൻട്രൽ തീം ഓഫ് ദ ഫിലിം ഹാഡ് എ യൂണിവേഴ്സൽ വാല്യൂ. തെറ്റാണ്. ദ ഫിലിം ഹാസ് എ യൂണിവേഴ്സൽ വാല്യൂ എന്ന് മതി. ഫിലിം ഒന്നല്ലേ ഉള്ളൂ, സിംഗുലർ ആക്കണ്ടേ. ഹാസ്, എസ് ഫോർ സിംഗുലർ അല്ലേ. ഹാസ് എ യൂണിവേഴ്സൽ വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും എല്ലാ ചാപ്റ്റേഴ്സിലെയും ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. ഇതൊക്കെ തന്നെയായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? ആവർത്തിക്കാൻ പോകുന്നത്. സോ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഓരോന്നും എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ. ഇതുപോലെ നിങ്ങൾക്ക് ഓണം എക്സാമിനേഷന് ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണെങ്കിലും ഡിസ്കോഴ്സ് ആണെങ്കിലും ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് താഴെ മെൻഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ അതുമായിട്ട് വരാം. താങ്ക് യു.